ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാറാണ്. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കാം. ഏതാ ചാപ്റ്റർ എന്നല്ലേ, നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ എന്നുള്ള ചാപ്റ്ററാണ്. ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ വിത്തിൻ 10 മിനിറ്റ്സ് എന്ത് ചെയ്യാൻ വന്ന് പഠിച്ചെടുക്കാൻ വന്ന് എല്ലാവരും കൃത്യമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നമുക്ക് ആരും മറക്കണ്ട. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ട്രീറ്റി ഓഫ് വേഴ്സാലിസ് was humiliating on Germans. Give 3 examples in support your answer എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ട്രീറ്റി ഓഫ് വേഴ്സാലിസ് എങ്ങനെയൊക്കെയാണ് ജർമ്മൻ പീപ്പിൾസ് ഹ്യൂമിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജർമ്മൻ പീപ്പിൾസ് അപമാനിതരാവാൻ കാരണമാവുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്കിവിടെ 5 പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, 3 എക്സാമ്പിൾസ് ആണ് വേണ്ടത്, 5 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് കാണാൻ പറ്റുന്നത്, ജർമ്മനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കോളനീസും പോപ്പുലേഷൻ, ടെൻത്ത് ഓഫ് പോപ്പുലേഷൻസും, അതുപോലെ തന്നെ അവരുടെ മൈൻ ഏരിയാസും ടെറിട്ടറീസും, അതുപോലെ തന്നെ എന്താണ് മേജർ ആയിട്ടുള്ള എന്താ പറയുക കോൾ മൈൻ ഏരിയാസ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതാണ് ഫസ്റ്റ് പോയിന്റ്. ജർമനി ലോസ് ഇറ്റ്സ് ഓവർസീസ് കോളനീസ്, a tenth of its population, 30% of its territory, 75% of its iron and 26% of coal. ദെൻ എവിടേക്കൊക്കെയാണ്, ഫ്രാൻസ്, പോളണ്ട്, ഡെൻമാർക്ക്, ലിത്വേനിയൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, പിടിച്ചെടുക്കുന്നത്. ദെൻ ജർമ്മനിയെ അനാമഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിമിലിറ്ററൈസ് ചെയ്യുന്നുണ്ട്. ജർമ്മനിയുടെ വെപ്പൺസ് ഒക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. ജർമ്മനിയുടെ എന്താ പറയുക പട്ടാളത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പിരിച്ചുവിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് ജർമ്മനിയെ വീക്കൻ ആക്കുക എന്നുള്ളതാണ് അവരുടെ എയിം എന്ന് പറയുന്നത്. ജർമ്മനിയെ പവർഫുൾ ആയിരുന്ന ജർമ്മനിയെ വീക്ക് ആക്കുക എന്നുള്ള എയിമോട് കൂടിയാണ്. ഓക്കെ, ദെൻ വാർ ഗിൽട്ട് ജർമ്മനിയുടെ മേൽ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാർ ഗിൽട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാറിന് തോൽക്കാൻ കാരണമാരാണ്, അല്ലെങ്കിൽ എന്താ പറയുക വാർ ഉണ്ടാവാൻ കാരണമാരാണ് ജർമ്മനി ആണെന്ന രീതിയിൽ വാർ ഗിൽട്ട് ജർമ്മനിയുടെ മേൽ ഇമ്പോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ജർമ്മനി വാസ് ഫോഴ്സ് ടു പേ കോമ്പൻസേഷൻ അക്കോർഡിംഗ് ടു 6 ബില്യൺ. അതുപോലെ തന്നെ വാർ ഗിൽട്ട് ഇമ്പോസ് ചെയ്തിട്ടുള്ള ജർമ്മനി എന്ത് ചെയ്യണം, ഈ പറയുന്ന പോലെ തന്നെ വാറിന് എത്രത്തോളം നഷ്ടങ്ങൾ വന്നിട്ടുണ്ടോ അത് പേ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ജർമ്മനിക്കാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജർമ്മനിയുടെ റിച്ച് ലാൻഡ് ഏരിയാസ് ഓക്യുപ്പൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും 1920s. അപ്പോൾ ഇതൊക്കെയാണ് ജർമ്മനിക്ക് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് വേഴ്സാലിസ് ജർമ്മനി ഹ്യൂമിലേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനും സെയിം ആൻസർ തന്നെയാണ്. ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻ ടു ജർമ്മനി ആഫ്റ്റർ ഇറ്റ്സ് ഡിഫീറ്റ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൽ ഡിഫീറ്റ് ചെയ്തതിനു ശേഷം ജർമ്മനിക്ക് എന്താണ് സംഭവിച്ചത്, എന്ത് പ്രശ്നമാണ് ജർമ്മനിക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെയിം ആൻസർ എങ്ങനെ ഇവിടെയും വരും എന്ന് മക്കൾ ചോദിക്കും. അതായത് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ആണ് ട്രീറ്റി ഓഫ് വേഴ്സാലിസ് എന്ന് പറയുന്ന ട്രീറ്റിയിലൂടെ ജർമ്മനിയുടെ മേലെ ഈ കാര്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ജർമ്മനിയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. ജർമ്മനിയുടെ മൈൻ ഏരിയാസ് പിടിച്ചെടുക്കുന്നു, ജർമ്മനിയെ ഡിമിലിറ്ററൈസ് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ വാറിൻ്റെ എന്താ പറയുക കോമ്പൻസേഷൻ ജർമ്മനി പേ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ സെയിം ആൻസർ തന്നെയാണ് വരാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് സെയിം ആൻസറിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. അത് മേ ബി എക്സാമ്പിൾസ് വെച്ചിട്ട് പറയാനുള്ളതായിരിക്കും. അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് വേഴ്സാലിസ് വന്നു, വാട്ട് ഹാപ്പൻ എന്താ പറയുക ടു ജർമ്മനി ആഫ്റ്റർ ഡിഫീറ്റ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. എനിവേ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും കൃത്യമായിട്ട് നോക്കുക. യെസ്, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്താണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മക്കൾ ചെയ്ത് പഠിക്കുക. ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും അതൊക്കെ മക്കൾ ചെയ്ത് പഠിക്കുക എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് തന്നെ നിങ്ങളിവിടെ ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. എന്നിട്ട് ഇവിടെ നമുക്ക് ഒന്നും കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാം. ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ ആണ് ആര് വരുന്നത്, നാസിസ്റ്റ് വരുന്നത് അല്ലെ. നാസിസ്റ്റ് പവേഴ്സ് അല്ലെങ്കിൽ നാസികൾ എവിടെ വരുന്നത്, ജർമ്മനിൽ എത്രത്തോളം എന്ത് ചെയ്യുന്നത്, പവർഫുൾ ആവുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ വരുന്നത്, ഹിറ്റ്ലർ എമേർജ്, ഹിറ്റ്ലറുടെ എന്ത് ചെയ്യുന്നത് ആ പവർ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വീമർ റിപ്പബ്ലിക് അവിടെ അപ്ലൈ ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ബേസിക്കലി ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യെസ്, ഏത് കമ്മ്യൂണിറ്റീസിനെയാണ് അൺഡിസറബിൾ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് കാണാൻ പറ്റും ജ്യൂസ് ഉണ്ട്. ജ്യൂസ് ആണ് മെയിൻ എനിമീസ് എന്ന് നമ്മൾ കണ്ടു അല്ലേ. ഹിറ്റ്ലറുടെ അല്ലെങ്കിൽ നാസിസ്റ്റുകളുടെ മെയിൻ എനിമീസ് എന്ന് പറഞ്ഞാൽ ജ്യൂസ് ആയിരുന്നു. അപ്പോൾ നാസി ജർമ്മനിയുടെ ആരൊക്കെയാണ് അൺഡിസറബിൾ ആയിട്ട് കണ്ടത് വെച്ചാൽ ജ്യൂസ് ഉണ്ട്, ജിപ്സീസ് ആൻഡ് ബ്ലാക്സ് ഉണ്ട്. ഓക്കെ, ആര്യൻ സുപ്പീരിയർ ആയിട്ടുള്ള സ്റ്റേറ്റിൽ ജിപ്സീസും എന്താ പറയുക ബ്ലാക്സും ഒക്കെ എന്തായിരുന്നു, അൺഡിസറബിൾ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. ഇനി റഷ്യൻസും പോൾസും എന്താ കൺസിഡർ ചെയ്തിരുന്നത്, അൺഡിസറബിൾ ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾസ് ആണ് എന്തായാലും കൺസിഡർ ചെയ്തിരുന്നത്, അൺഡിസറബിൾ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് അവർ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും അല്ലെങ്കിൽ എന്താ പറയുക 4 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് എത്തി നിൽക്കുകയാണ്. ഞാൻ 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞത് വിതിൻ 10 മിനിറ്റ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റിയെടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, നമ്മുടെ 4th ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും.
എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് വിമൻ ഇൻ ഹിറ്റ്ലേഴ്സ് ജർമ്മനി. ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ വിമൻസിൻ്റെ റോൾ എന്നാണ്, അല്ലെങ്കിൽ വാട്ട് റെസ്പോൺസിബിലിറ്റി ഡിഡ് ദ നാസി സ്റ്റേറ്റ് ഇമ്പോസ് ഓൺ വിമൺ. വിമൻസിന് മേലെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് നാസി സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അക്കോർഡിംഗ് ടു ഹിറ്റ്ലേഴ്സ് ഐഡിയോളജി വിമൻ റാഡിക്കലി ഡിഫറെൻറ്റ് ഫ്രം മെൻ. ഹിറ്റ്ലർ ഈ പറയുന്ന പോലെ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് ഐഡിയാസിനൊന്നും ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ആര്, മെൻ ആൻഡ് വിമൺ എന്നാണ് ആര് പറയുന്നത്, ഹിറ്റ്ലർ ആർഗ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ നാസിസ്റ്റുകൾ ആർഗ്യൂ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇവിടെ പറയുന്നുണ്ട്, while boys were taught to be aggressive, masculine and still-hearted, girls were told that they had to become good mothers and rare pure-blood Aryan children. Girls had to maintain the purity of the race, distance themselves from Jews, look after the home and teach their children Nazi values. They had to be bearers of the Aryan culture and race. Hitler said, in my state, the mothers is the most important citizen, but in Nazi Germany, all mothers were not treated equally. ഓക്കെ, നമ്മളിവിടെ പറയുന്നുണ്ട് ഹിറ്റ്ലറുടെ അഭിപ്രായത്തിൽ ആര്യൻസ് എന്താ പറയുക, പ്യൂർ റൈറ്റ്സ്, ആര്യൻസ് പ്യൂർ റൈറ്റ്സ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് ആര് കൺസിഡർ ചെയ്തിരുന്നത്, വിമൻസിന് കൺസിഡർ ചെയ്തിരുന്നത്. മെന്നും വിമൻസും എൻ്റർലി ഡിഫറെൻ്റ് ആണെന്നാണ് ആര് ആർഗ്യൂ ചെയ്യുന്നത്, ഹിറ്റ്ലർ ആർഗ്യൂ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മെൻ ആണെങ്കിൽ അഗ്രസീവ് ആയിരിക്കണം, മസ്കുലിൻ ആയിരിക്കണം, ഓക്കെ, സ്റ്റിൽ ഹാർട്ടഡ് ആയിരിക്കണം എന്ന് പറയുന്ന സമയത്ത് തന്നെ ഗേൾസ് ആണെങ്കിലോ ഗുഡ് മദേഴ്സ് ആയിരിക്കണം, പ്യൂർ എന്താ പറയുക, പ്യൂർ ആയിട്ടുള്ള ആര്യൻ ബ്ലഡ്സ്, അല്ലെങ്കിൽ എന്താ പറയുക ബ്ലഡ് ആര്യൻസിന് എന്ത് ചെയ്യണം, മാക്സിമം എന്ത് ചെയ്യണം, ചിൽഡ്രൻസിന് ജന്മം കൊടുക്കണം. അതുപോലെ തന്നെ ജ്യൂസുകളിൽ നിന്നൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നൊക്കെയാണ് ആരോട് ആർഗ്യൂ ചെയ്യുന്നത്, ആരോട് ഡിമാൻഡ് ചെയ്യുന്നത്, വിമൻസിനോട് ഡിമാൻഡ് ചെയ്ത്. അതുപോലെ തന്നെ ഹിറ്റ്ലർ പറയുന്നുണ്ട്, ഇൻ മൈ സ്റ്റേറ്റ് ദ മദേഴ്സ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റിസൺസ് എന്ന് ഹിറ്റ്ലർ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് എല്ലാ മദേഴ്സിനും ഈക്വലി ആയിട്ടല്ല ആര് ട്രീറ്റ് ചെയ്തിരുന്നത്, ഹിറ്റ്ലർ ട്രീറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നാസി ജർമ്മനി ട്രീറ്റ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇൻ മൈ സ്റ്റേറ്റ് ദ മദേഴ്സ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റിസൺ, ഡിസ്കസ് ദ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഹിറ്റ്ലർ. ഹിറ്റ്ലർ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇൻ മൈ സ്റ്റേറ്റ് ദ മദേഴ്സ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റിസൺ. എൻ്റെ രാജ്യത്തെ മദേഴ്സാണ്, അമ്മമാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക പൗരന്മാർ ആര് പറയുന്നുണ്ട്, എസ് ഹിറ്റ്ലർ പറയുന്നുണ്ട്. ഈ ഒരു ആർഗ്യുമെൻ്റ് നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ ആർഗ്യുമെൻറ്റിൽ കുറേ അധികം പോരായ്മകളുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ബിക്കോസ് എല്ലാ മദേഴ്സിനും ഈക്വൽ ആയിട്ടല്ല ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ദോ ഹിറ്റ്ലർ സെയ്ഡ് ഇൻ മൈ സ്റ്റേറ്റ് മദേഴ്സ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റിസൺ, ഇറ്റ് വാസ് നോട്ട് ട്രൂ. ഇൻ നാസി ജർമ്മനി ഓൾ മദേഴ്സ് വെർ നോട്ട് ട്രീറ്റഡ് ഈക്വലി. മദേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആര്യൻസ് അല്ലെങ്കിൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല ഹിറ്റ്ലറിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ. അതുകൊണ്ട് തന്നെ അത് റോങ് ആണ്, അത് ട്രൂ അല്ല എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ല എന്നാണ് പറയുന്നത്. കാരണം നാസി ജർമ്മനിയിൽ ഓൾ മദേഴ്സ് വെർ നോട്ട് ട്രീറ്റഡ് ഈക്വലി, എല്ലാ ആളുകളും എന്തല്ല ഈക്വലി അല്ല ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, women who bore racially desirable children were awarded. എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഡിസറബിൾ ആയിട്ടുള്ള ചിൽഡ്രൻസിന് ജന്മം കൊടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് കൊടുത്തിരുന്നു, അവാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതേസമയം തന്നെ ആരെങ്കിലൊക്കെ എന്താണ് അൺഡിസറബിൾ ആയിട്ടുള്ള ആളുകൾക്കാണ് ജന്മം കൊടുക്കുന്നെങ്കിലോ അവർക്ക് പണിഷ്മെൻറ്റും കൊടുത്തിരുന്നു. അപ്പോൾ ഈക്വലി അല്ല എല്ലാ മദേഴ്സിനും ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഡിസറബിൾ ആയിട്ടുള്ള ചിൽഡ്രൻസ് ആണെങ്കിൽ അവർക്ക് അവാർഡ് കൊടുത്തിരുന്നു, അല്ലെ ഡിഫറെൻറ്റ് എന്താ പറയുക അവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അൺഡിസറബിൾ ആണെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റും കൊടുത്തിരുന്നു. ദെൻ women who bore disabled children were entitled to privileged and rewards. They were given the special treatment in hospitals and concessions in shops and theatres, tickets and railway fares. അതായത് ഡിസറബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് ജന്മം കൊടുത്താൽ അവർക്ക് കുറേയധികം കൺസെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോസ്പിറ്റൽസ് ആണെങ്കിലും സ്കൂൾസ് ആണെങ്കിലും ഷോപ്സ് ആണെങ്കിലും തിയേറ്റേഴ്സ് ആണെങ്കിലും റെയിൽവേസ് ആണെങ്കിലും ഒക്കെ അവർക്ക് എന്തുണ്ട് കുറേയധികം കൺസെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അൺഡിസറബിൾ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്ന ജ്യൂസ്, ജിപ്സീസ്, ബ്ലാക്ക് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി, അവരൊക്കെ എന്താണ്, അവർക്ക് ജന്മം കൊടുക്കുന്നെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റും കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നാസിസ്റ്റുകൾ ജർമ്മനിയിൽ മദേഴ്സിന് എന്ത് ചെയ്തിരുന്നത്, കണ്ടിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. മക്കൾക്ക് സെറ്റായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എവിടെയും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്പിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ അല്ലേ. അപ്പോൾ 9th CBSE ഇനിയും അഡ്മിഷൻ എടുക്കാത്ത മക്കളുണ്ടെങ്കിൽ ഡെയിലി ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും
പേപ്പേഴ്സും സ്ലൈഡ്സും നോട്ട്സും എല്ലാം നമുക്ക് ലഭിക്കുന്ന മൊഡ്യൂൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ കീ ഡിസ്കഷനും ഒക്കെ കിട്ടുന്ന ഈ ഒരു നിഞ്ച ബാച്ചിലേക്ക് മക്കളെല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ വെൽക്കം ചെയ്യാണ്. ഓക്കെ, ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ അവസാന സമയം മക്കൾക്ക് ഓടിച്ചാടി ഒന്ന് ജോയിൻ ചെയ്യാം. യെസ്, നമുക്ക് കാണാൻ വരുന്നത് 1499 രൂപയാണ് ഇപ്പോഴെന്ത് ചെയ്തിട്ടുള്ളത് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇനിയും ജോയിൻ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ തൽക്കാലം നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ, ബൈ.